സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയരായ ജീവനക്കാർ നൽകിയ പരാതിയിൽ കൃഷ്ണകുമാറിന്റെയും മകൾ ദിയയുടെയും മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയും. തിരുവനന്തപുരം ജില്ലാ കോടതിയാണ് കേസ് പരിഗണിക്കുക. അതേസമയം ദിയയുടെ സ്ഥാപനത്തിലെ പണം തട്ടിയെടുത്ത കേസിൽ ആരോപണ വിധേയരായ 3 വനിതാ ജീവനക്കാർ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി വിധി വന്ന ശേഷം തുടർ നീക്കങ്ങളിലേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ക്രൈംബ്രാഞ്ച് സംഘം. വിവരങ്ങളുമായി ഡാൻ കുര്യൻ നമുക്കൊപ്പം ചേരുകയാണ്. ഡാൻ, ഇന്ന് ദിയയുടെയും കൃഷ്ണകുമാറിന്റെയും മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെയും ഈ കേസിൽ വന്നിട്ടുണ്ട്. ഈ ആരോപണ വിധേയരായിട്ടുള്ള 3 ജീവനക്കാരികൾ ഒളിവിൽ പോയി എന്നുള്ളത്, അതിനപ്പുറം ഇവര് സാമ്പത്തികമായിട്ടുള്ള തട്ടിപ്പ് നടത്തി എന്ന് സാധൂകരിക്കുന്ന തെളിവുകൾ ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതും ഒക്കെ പരിഗണിച്ചുകൊണ്ട് ഇവർക്ക് ജാമ്യം ലഭിക്കാനുള്ള സാഹചര്യം തന്നെയല്ലേ മുന്നിലുള്ളത്? അത് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ പ്രധാനമായി ഇതൊരു കൗണ്ടർ കേസാണ് എന്നും അവർ മുമ്പോട്ട് വെച്ച ഈ ആരോപണ വിധേയരായ ജീവനക്കാർ മുമ്പോട്ട് വെച്ച ആരോപണങ്ങളിൽ വസ്തുത ഇല്ല എന്നും വ്യക്തമാക്കുന്ന തെളിവുകൾ, ദൃശ്യങ്ങൾ അടക്കം, വീഡിയോ ദൃശ്യങ്ങൾ അടക്കം കഴിഞ്ഞ ദിവസം പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് കൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമേ കോടതി ഈ വിഷയത്തിൽ ഒരു അന്തിമമായ തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടതിന് പിന്നാലെയാണ് ആദ്യം ഈ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം കോടതി പരിഗണിച്ചത്. അപ്പോൾ ഇതിൽ വിധി പറയുന്നത് 18-ാം തീയതിയിലേക്ക് മാറ്റിവെക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം ജില്ലാ കോടതി വിധി പറയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജാമ്യാപേക്ഷയിൽ പോസിറ്റീവായ ഒരു വിധി ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയിലാണ് കൃഷ്ണകുമാറും കുടുംബവും. അതേസമയം ഈ ആരോപണ വിധേയരായ 3 ജീവനക്കാർ ഇപ്പോഴും ഒളിവിലാണ്. പോലീസ് അവർക്ക് വേണ്ടി അന്വേഷണം നടത്തുന്നുണ്ടെന്ന് അവകാശപ്പെടുമ്പോൾ അവരെക്കുറിച്ച് ഒരു സൂചനകളും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിലും കോടതി ഉടൻ വിധി പറയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം മാത്രം കടുത്ത നടപടികളിലേക്ക്, അതായത് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് കടന്നാൽ മതി എന്നൊരു തീരുമാനത്തിൽ അന്വേഷണ സംഘം തുടരുകയാണ്. ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ 69 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. ദിയ കൃഷ്ണയും കൃഷ്ണകുമാറും നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുകയാണ്. ഡാൻ കുര്യനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.